നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശ്രീകുട്ടിയല്ലേ അവളെ മംഗലശ്ശേരിയിലേക്ക് കൊണ്ടുവന്നത്? അതെ, പക്ഷേ അവൻ അമ്മുവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന എന്തിനാ? ദിനേശനും കൂട്ടു നിൽക്കുന്നുണ്ട്. ആ പെൻഡ്രൈവിൽ ഉണ്ടായിരുന്നത് സഞ്ജുവിന്റെ അമ്മുവിന്റെയും വിവാഹ വീഡിയോ ആണെങ്കിലോ? എങ്കിൽ ദിനേശനുമായി ചേർന്ന് സഞ്ജു നടത്തിയ ഒത്തുകളിയല്ലേ അത്? കവിതേ, ഇത് വളരെ കരുതലോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. സഞ്ജയ് എന്ന പേര് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. എത്രയോ ചെറുപ്പക്കാർക്ക് അങ്ങനെ പേരുണ്ടാവാം. അത് സഞ്ജു ആണെന്നതിൽ ഒരു ഉറപ്പുമില്ല. എന്തെങ്കിലും കേട്ടെന്ന് വെച്ച് നമ്മൾ ചാടി പുറപ്പെടുന്നതിന് മുൻപ് വരാൻ പോകുന്ന ഭവിഷ്യത്തു കൂടി ഒന്ന് ആലോചിക്കണം. അതെനിക്ക് നന്നായിട്ടറിയാം. ഉദ്ദേശിക്കുന്നത് പോലെ അല്ല കാര്യങ്ങളുടെ കിടപ്പെങ്കിൽ സഞ്ജുവിന് എന്നിലുള്ള വിശ്വാസം പൂർണ്ണമായും ഇല്ലാതാവും. പിന്നെ അവൻ കമ്പനിയിൽ പോലും അടുപ്പിക്കില്ല. എനിക്ക് മംഗലശ്ശേരി വിട്ട് പോവേണ്ടിയും വരും. ഞാൻ കണ്ട സ്വപ്നങ്ങളെല്ലാം വെറുതെയുമാവും. എന്തായാലും സംശയം, ഈ കാലം അത്രയും പണിയെടുത്തത് വെറുതെ ആവില്ലേ? പക്ഷേ അമ്മുന്റെ കഴുത്തിൽ താലി കെട്ടിയത് സഞ്ജു തന്നെയാ ഗൗതം. അവൻ തന്നെയാ അവളുടെ ഭർത്താവ്. അവൻ ശ്രീദേവിക്കൊപ്പം പെരുവണ്ണാപുരത്തേക്ക് പോയിട്ടുണ്ട്. വെറുതെ ഒന്നുമല്ല ആ പെണ്ണ് കൃത്യമായി മംഗലശ്ശേരി തന്നെ എത്തിയത്. അതിന് പിന്നിൽ പാവം ശ്രീകുട്ടി അറിയാത്ത പല അന്തർനാടകങ്ങളും ഉണ്ട്. അവളുടെ ബന്ധുക്കൾ മംഗലശ്ശേരിയിലെത്തിയപ്പോ സഞ്ജുവിനോട് കാണിച്ച അടുപ്പം എന്റെ സംശയങ്ങൾ ബലപ്പെടുത്തുന്നതാ. വളരെ പരിചയമുള്ളതുപോലെയാ അവരന്ന് അവനോട് പെരുമാറിയത്. അന്ന് തന്നെ എനിക്കതില് അസ്വാഭാവികത തോന്നിയതാ. സഞ്ജു ശ്രീകുട്ടിയെ ചതിച്ചുകൊണ്ടിരിക്കുക. അമ്മുവിന്റെ അല്ലല്ല, ലക്ഷ്മിയുടെ ഭർത്താവായ സഞ്ജയ് അവൻ തന്നെയാ. അല്ലെങ്കിൽ എന്തിന് ശ്രീകുട്ടിയിൽ നിന്ന് ആ ഡിക്റ്റേറ്റീവിനെ അകറ്റി നിർത്താൻ സഞ്ജു ശ്രമിക്കണം? അല്ലെങ്കിൽ അയാൾ കയറി വരുമ്പോഴെല്ലാം എന്തിനാ അവൻ ഭയക്കണം? അയാളെ വിളിച്ച് പുറത്തു കൊണ്ടുപോയി രഹസ്യമായി എന്തിനു സംസാരിക്കണം? ചോദ്യങ്ങൾ ഒരുപാടാ, ഉത്തരം ഒന്നു മാത്രം. പക്ഷേ അത് പ്രൂവ് ചെയ്യാൻ എവിഡൻസ് വേണ്ടേ? തെളിവായി എന്തെങ്കിലും ഒന്ന് കൈ കിട്ടാതെ എനിക്ക് കളിക്കാൻ പറ്റില്ല. പക്ഷെ ഗൗതം, അമ്മുവിന്റെ ഭർത്താവ് സഞ്ജു ആണെന്ന് എനിക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ആർക്കും പിടിച്ചടക്കാൻ കഴിയാത്ത കൊടുങ്കാറ്റാകും ഈ കവിത. സർവ്വതും തകർത്തെറിയുന്ന കൊടുങ്കാറ്റ്. എറിഞ്ഞു പൊട്ടിക്കാനല്ല ഞാൻ ശ്രമിക്കുന്നത്, അത് വച്ച് എല്ലാം കൈക്കലാക്കാനാ. മംഗലശ്ശേരിയിലെ മുഴുവൻ സമ്പാദ്യവും കമ്പനിയും സഞ്ജുവിന് കവിതയ്ക്ക് മുന്നിൽ അടിയറവ് വയ്ക്കേണ്ടി വരും. അവനെ ഞാൻ അവിടെ കൊണ്ടെത്തിക്കും. ഞാൻ കാത്തിരുന്ന ആ നിമിഷം അടുത്തു വരിക. ഗൗതമനും മംഗലശ്ശേരിയിലേക്ക് കയറി വരാനുള്ള സമയം അടുത്തു കഴിഞ്ഞു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.